അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് സൂറ അത്വാരിഖ് തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്വാരിഖ്. വസ്സമാ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. സീനിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക. വഖാരിഖ് ഇവിടെയും വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇത്ബാഖിൻ്റെ അക്ഷരം കൂടിയാണ്. നല്ലോണം നാവിനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. വഖാരിഖ് ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ സുക്കൂന് കൊടുക്കുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. വമാ അദ്റാക മത്വാരിഖ്. വമാ അദ്റാക വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെയും ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിൽ 2-4 ഹർക്കത്ത് നീട്ടിപ്പാരായണം ചെയ്ത് കൊടുക്കുക കേട്ടോ. അദ്റാക ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂനും കൊടുക്കുക. റോ ഫത്തഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. അലിഫ് സ്വഗീറ കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മത്വാരിഖ് മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദ്ദിനെ കളഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. മത്വാരിഖ് വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടിയാണ്. നല്ലോണം തഫ്ഹീം ചെയ്തിട്ട് നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഷദ്ദയുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. റാഫ് കെസ്റ ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, കൽക്കലയുടെ ലെറ്ററും കൂടിയാണ്. സുക്കൂന് കൊടുക്കുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അന്നജുമു സാഖിബ്. അന്നജുമു നൂനിന് ശബ്ദ വന്നു, അഖ്മലൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. ജീമ് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. അന്നജുമു സാഖിബ് സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് കുറച്ച് എയർ പല്ലിൻ്റെ ഇടയിലൂടെ പുറത്തോട്ട് പോകുന്ന സൗണ്ടിൽ വേണം ഉച്ചരിക്കാൻ. അന്നജുമു സാഖിബ് സാക്ക് ശബ്ദ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ബ കൽക്കലയുടെ ലെറ്ററാണ്, സുക്കൂന് കൊടുക്കുമ്പോൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. ഇൻ കുല്ലു ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ ഇവിടെ സീനിന് കെസ്റ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇതാ ബിലാഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിനെ ലയിപ്പിച്ചിട്ട് ഉന്നയില്ലാതെ ഉച്ചരിക്കുക കേട്ടോ. നഫ്സിൽ ലമ്മ മീമിനെ മണിച്ചു കൊടുക്കുക. അഖ്മൽ ഉന്ന ശബ്ദ വന്നു, അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലൈഹ അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ഹ ഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹാഫിൽ ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്, സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. ഹാഫിൽ വാ ഇനി നമ്മൾ നിർത്തുമ്പോൾ സുക്കൂനിട്ട് നിർത്തുമ്പോൾ കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ. ഫൽയൻദുരിൽ ഇൻസാൻ ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഫുൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. യൻദുരിൽ ഇൻസാനു നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള വാ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. റോ കെസ്റ ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. ഇൻസാനു ഇവിടെ ലാമിന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം
ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള സീന് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അലിഫ് സ്വഗൈറ കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മിമ്മ ഖുലിഖ്, മീമിന് ശബ്ദ വന്നു. അക്മലുൽ ഉന്ന, നല്ലോണം മണിച്ചു കൊടുക്കുക. ഖുലിഖ്, ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യണം. കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് നിർത്തുമ്പോൾ സുക്കൂനിട്ട് നിർത്തി കൊടുക്കുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, ഖുലിഖ ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഖാഫും ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, രണ്ടും തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. മിമ്മാ, ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം മീമ് വന്നു. ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമാണ് മീമ്. അപ്പോൾ നൂൻ സാക്കിനയെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉന്നയോടുകൂടി ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. മിമ്മാ, ഇവിടെ മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടി കൊടുക്കുക കേട്ടോ. മിമ്മാ ദാഫിഖ്, ഹംസക്ക് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ദാല് വന്നു. തെൻവീനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. മിമ്മാ ദാഫിഖ്, ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് നിർത്തുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. യഖ്റുജു മിൻ ബൈനി സ്സുൽബി വത്തറായിബ്, യഖ്റുജു ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. യഖ്റുജു റ വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. മിൻ ബൈനി, ഇവിടെ നൂൻ സാക്കിനയുടെ നിയമമായിട്ടുള്ള ഇഖ്ലാബാണ് വരുന്നത്. നൂൻ സാക്കിനയ്ക്ക് ശേഷം ബ എന്ന അക്ഷരം വന്നതുകൊണ്ട് നൂൻ സാക്കിനെ നമ്മൾ മീമാക്കി മാറ്റി മറിച്ചിട്ട് ഉണ്ണയോടുകൂടി ഉച്ചരിക്കുക. മിൻ ബൈനി സ്സുൽബി, സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇത്ബാഖിൻ്റെ അക്ഷരം കൂടി ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം കേട്ടോ. മിൻ ബൈനി സ്സുൽബി, ലാമ് കൽക്കലയുടെ ലെറ്റർ ആയത് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വത്തറായിബ്, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. താക്ക് ശബ്ദ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. റാഇൻ്റെ കൂടെ റാ ഫത്തഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കണം. കൂടെ അലിഫ് മദ് വന്നു. അലിഫ് മദ്ദിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്, 4 5 കൊണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വത്തറായിബ്, അവസാനത്തിൽ ബ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. യഖ്റുജു മിൻ ബൈനി സ്സുൽബി വത്തറായിബ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിർത്തി കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.